ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അമൈലേസ് ടെസ്റ്റിനെ പറ്റിയാണ്. അമൈലേസ് ഒരു എൻസൈമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലും സലൈവറി ഗ്ലാൻഡിലുമാണ്. പാൻക്രിയാസ് ഈസ് എ ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ അബ്ഡോമൻ ആൻഡ് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ. Endocrine means it produces hormones, that's insulin and glucagon. Insulin is a hypoglycemic hormone and glucagon is a hyperglycemic hormone. These hormones are produced by beta cells of islets of pancreas. And another function is exocrine. Exocrine pancreas produces three main types of enzyme: amylase, protease and lipase, which are responsible for the digestion of carbohydrates, proteins and fats respectively. അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന അബ്ഡോമനിൽ കാണപ്പെടുന്ന ഒരു ഓർഗനാണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോക്രൈനായിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്, എൻഡോക്രൈനായിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്. അതിൽ എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതിൽ ഇൻസുലിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് പറയുന്നത്. അതായത് ബ്ലഡ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന കേസുകളിൽ ഈ പാൻക്രിയാസിലുള്ള ഗ്ലൂക്കഗോൺ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസിനെ ലെവൽ കൂട്ടി നിർത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഹോർമോൺസും പാൻക്രിയാസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസിലെ ബീറ്റ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ബീറ്റ സെൽസിലാണ് ഈ പറയുന്ന രണ്ട് ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ എക്സോക്രൈൻ. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 തരത്തിലുള്ള എൻസൈമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്: അമൈലേസ്, പ്രോട്ടിയേസ്, ലൈപ്പേസ്. ഇത് സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് ഇതിൻ്റെയൊക്കെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ സിംപ്ലർ ഫോമായിട്ട് മാറ്റുന്ന എൻസൈമുകളാണ് ഈ പറയുന്ന അമൈലേസ്, പ്രോട്ടിയേസ്, ലൈപ്പേസ് എന്നിവ. അത് എക്സോക്രൈൻ ഫംഗ്ഷനാണ് പാൻക്രിയാസിൻ്റെ. Salivary gland also produce amylase. The major salivary glands are submandibular gland, sublingual gland and the parotid gland. And salivary gland produce saliva. It contains enzyme. It helps in the digestion of starch in our food. And the enzyme called amylase, it break down the starches into sugars. അതായത് അമൈലേസ് എന്ന് പറയുന്ന എൻസൈം സലൈവറി ഗ്ലാൻഡിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ സലൈവറി ഗ്ലാൻഡ് 3 തരമാണ്: സബ്മാൻഡിബുലാർ ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആൻഡ് പാരോട്ടിഡ് ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സലൈവ എപ്പോഴും അത് ഡൈജഷൻ ആയിക്കോട്ടെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സലൈവയ്ക്കകത്ത് എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് അമൈലേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സ്റ്റാർച്ചിനെ സിംപ്ലർ ഷുഗറായിട്ട്, അതായത് സിംപ്ലർ ഫോമായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത്. ഇങ്ങനെ സിംപ്ലറായിട്ടുള്ള ഫോമിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും സാധിക്കുന്നു. ആൻഡ് അമൈലേസ് ഈസ് സിക്രീറ്റഡ് ബൈ ദ പാൻക്രിയാസ് ഇൻ ടു ദ ഡിയോഡിനം, where it helps in the digestion of carbohydrate into simple sugars. And damage to the pancreas or obstruction to the pancreatic duct causes the enzyme to enter the bloodstream. അമൈലേസ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. പാൻക്രിയാസ് അമൈലേസ് സെക്രീറ്റ് ചെയ്തതിന് ശേഷം ഇൻഡസ്ട്രീൻ്റെ പാർട്ടായ ഡിയോഡിനത്തിലേക്ക് ഇത് പോകുന്നു. അവിടെ വെച്ച് ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്ന കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് സിമ്പിൾ ഷുഗറായിട്ട് മാറ്റുന്നു. പക്ഷേ പാൻക്രിയാസിന് എവിടെയെങ്കിലും ഡാമേജോ അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഡക്റ്റിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനോ മൂലം ഈ എൻസൈംസ് ബ്ലഡിൽ എലിവേറ്റ് ആയിട്ട് കാണുന്നു. അതായത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഈ എൻസൈം പോകുകയും അത് കൂടുതലായിട്ട് ബ്ലഡിൽ എലിവേറ്റ് ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. നോർമൽ ലെവലിൽ എല്ലാവരുടെയും ശരീരത്തിൽ അമൈലേസ് ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പാൻക്രിയാസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം അമൈലേസ് ലെവൽ ബ്ലഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അമൈലേസ് ലെവൽ എലിവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അമൈലേസ് ലെവൽസ് ആർ എലിവേറ്റഡ് ഇൻ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. അതായത്
അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് സഡൻ ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് ഡ്യൂ ടു ഗാൾ സ്റ്റോൺ, ആൽക്കഹോൾ അബ്യൂസ്, ട്രോമ ആൻഡ് സെർട്ടൻ മെഡിക്കേഷൻ. പാൻക്രിയാറ്റൈറ്റിസ്, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ, അതായത് പാൻക്രിയാസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, പാൻക്രിയാസിൽ റെഡ്നസ് പോലെയും നീർവീക്കം പോലെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പലതരത്തിൽ പാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗോൾ സ്റ്റോൺ, അതായത് ഈ പിക്ചറിൽ നമുക്ക് കാണാം ഗോൾ ബ്ലാഡർ, അതിനകത്തിൽ സ്റ്റോൺസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഗോൾ സ്റ്റോൺ ഉണ്ടാകുന്ന ടൈമിൽ ഇതിന് ഒബ്സ്ട്രക്ഷനാണ് വരുന്നത്. ആ ടൈമിൽ അമൈലേസ് സാധാരണയായി പാൻക്രിയാസിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഈ സ്റ്റോണ് ഒബ്സ്ട്രക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നു. അതുവഴി അമൈലേസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇത് പാൻക്രിയാറ്റൈറ്റിസിനൊരു റീസണാണ് അമൈലേസ് ലെവൽ ഇൻക്രീസ് ആകുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോൾ അമിതമായി ഉപയോഗിക്കുന്നവരിലും എന്തെങ്കിലും തരത്തിലുള്ള ട്രാമ പോലുള്ള കേസുകളിലും എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരിലും ഈ പറയുന്ന അമൈലേസ്, ചില തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നവരിലും അമൈലേസ് ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാകുകയാണെങ്കിലും അമൈലേസ് ഇൻക്രീസ് ചെയ്യും. കാരണം സലൈവറി ഗ്ലാൻഡ് അമൈലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സലൈവറി ഗ്ലാൻഡ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടാകുന്ന ടൈമിലും അമൈലേസ് ബ്ലഡിൽ ഇൻക്രീസ് ആകും. അതായത് സലൈവറി ഗ്ലാൻഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മംസ് പോലുള്ള ഡിസോർഡേഴ്സ്, അതിൽ ജോയിൻസിന് പെയിൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ പറയുന്ന പരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ഉണ്ടാകാം, ഫീവർ, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഈ പറയുന്ന മംസിൽ കാണപ്പെടുന്നുണ്ട്. മംസിന് പറയുന്ന മറ്റൊരു പേര് പാരാ ഒട്ടൈറ്റിസ് എന്നാണ്. അതുപോലെ തന്നെ അൾസറിൻ്റെ കേസുകൾ, അമൈലേസ് ഇൻക്രീസ് ആകുന്നത് വഴി അൾസർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് അൾസറിൻ്റെ കേസിലും ഇൻക്രീസ് ആയി കാണപ്പെടുന്നുണ്ട്. അടുത്തത് എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസി, അതായത് ട്രപ്ചേർഡായിട്ടുള്ള എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസിയുടെ കേസിൽ അമൈലേസ് ലെവൽ ഇൻക്രീസ് ആയി കാണപ്പെടുന്നു. അതായത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. നോർമലായിട്ട് യൂട്രസിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഫലോപ്പിയൻ ട്യൂബിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത അതിനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന ടൈമിലാണ് പറയുന്നത്. ഈ ടൈമിൽ ഈ പറയുന്ന എംബ്രിയോ അവിടെ നിന്ന് വളരുകയും ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് റപ്ചറായി പോകും, പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഇതിനെയാണ് റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായും ബ്ലഡിലോട്ട് അമൈലേസിൻ്റെ ലെവൽ ഇൻക്രീസ് ആകുന്ന കണ്ടീഷനാണ്. നെക്സ്റ്റ് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്. അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് ഈസ് ദ gallbladder inflammation. It is due to any obstruction or any stones in gallbladder. It will result in the inflammation of gallbladder. That term is called acute cholecystitis. And amylase decrease in some conditions. First one, cystic fibrosis. Cystic fibrosis is the sticky mucus blocks the passage from the pancreas to small intestine, which stops the enzyme working. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് പല ഓർഗൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഹെറിറ്റഡ് കണ്ടീഷനാണിത്. ഇതിൽ കൂടുതലായി സ്റ്റിക്കി ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതിൽ ഓർഗനിൽ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത്. അതിൽ പാൻക്രിയാസിലും അതിൻ്റെ പാസേജിലും ഈ പറയുന്ന മ്യൂക്കസ് ബ്ലോക്ക് ആകുകയും അതുവഴി പാൻക്രിയാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമായ അമൈലേസ് പോലുള്ളവയുടെ ഫ്ലോയെ തടസ്സപ്പെടുത്തുകയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടുള്ള ഫ്ലോയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ആക്ഷൻ എന്താണോ ഡൈജഷൻ പോലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഡൈജസ്റ്റീവ് പ്രോബ്ലംസും ഇതുവഴി ക്രിയേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ് എന്നീ അസുഖങ്ങളിലും അമൈലേസ് ഡിക്രീസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഹൈപ്പർ അമൈലേസീമിയ എന്ന് പറയുന്നത് അമൈലേസ് ഇൻക്രീസ് ആകുന്ന കണ്ടീഷനെ പറയുന്നതാണ് ഹൈപ്പർ അമൈലേസീമിയ ഈസ് ദ ഇൻക്രീസ് ഇൻ ദ അമൈലേസ് ലെവൽ. ഇതിൻ്റെ സിംറ്റംസ് എക്സസീവ് തേഴ്സ്റ്റ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, എക്സ്ട്രീം ടയേർഡ്നെസ് ആൻഡ് വെയ്റ്റ്. അമൈലേസ് ലെവൽ ഒരുപാട് കൂടുന്ന കണ്ടീഷനുകളിൽ അത്
ദാഹം കൂടുകയും അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് യൂറിനേഷൻ ഉണ്ടാകുകയും ഒരു ക്ഷീണം തോന്നുകയും ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഈ പറയുന്ന അമൈലേസ് കൂടുന്ന കണ്ടീഷനുകൾ ഉണ്ടാകുന്ന സിംറ്റംസാണ്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഇതെല്ലാം അമൈലേസ് ലെവൽ ഹൈപ്പർ അമൈലേസീമിയ എന്ന് പറയുന്ന കണ്ടീഷനുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് സാധാരണയായി ലാബുകളിൽ ബ്ലഡിലോ അല്ലെങ്കിൽ യൂറിനിലോ നമുക്ക് അമൈലേസ് ലെവൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ബ്ലഡിൽ കൂടുകയും അതുവഴി യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമൈലേസ് കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ബ്ലഡിലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, യൂറിനിലും. അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, അത് വേണ്ടുന്ന കേസുകളിൽ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി ബ്ലഡ്, യൂറിൻ എന്നീ സാമ്പിൾസിലാണ് സ്പെസിമെൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. അമൈലേസ് നോർമൽ ലെവൽ എന്ന് പറയുന്നത് 35 to 125 യൂണിറ്റ് പെർ ലിറ്റർ ആണ്. നോർമൽ ലെവലിൽ എല്ലാവരുടെയും ശരീരത്തിൽ അമൈലേസ് ഉണ്ട്. അത് കൂടുന്നത്, അതായത് ഒരു 5 മടങ്ങ് ഒക്കെ കൂടുന്നത് ആണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. നോർമലായിട്ട് എല്ലാവരുടെയും ശരീരത്തിൽ അമൈലേസിൻ്റെ ലെവൽ കാണപ്പെടുന്നുണ്ട്.